എല്ലാവർക്കും നമസ്കാരം. ഇത് സാറാസ് ടെക്നോൻ്റെ ഫില്ലിംഗ് മെഷീനാണ്. ഇതിൽ കറി പേസ്റ്റാണ് ഇപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഈ മെഷീനിൽ ഓട്ടോമാറ്റിക്കും മാനുവൽ മോഡും ഉണ്ട് ഫില്ലിങ്ങിനായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഒരു 1 kg ആണ് ഇതിലിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ മെഷീന് ഒരു കസ്റ്റമൈസ്ഡ് വാൽവ് ആണുള്ളത്. പിക്കിളുടെ പീസുകളൊക്കെ അതിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രേവി എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ, അതേപോലെ പിക്കിളെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ റിമൈനിങ്സ് ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ അത് പിക്കിൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും അതേപോലെ ഇങ്ങനെ ഗ്രേവി ഇൻഡസ്ട്രികളെ സംബന്ധിച്ചും അത് ക്ലീനിങ് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ ഈ ഫില്ലിങ്ങിന് ശേഷം ഇനി വാഷ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നേരെ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മെയിൻ ഓണാക്കി ഓട്ടോമാറ്റിക് മോഡിലിട്ട് കഴിഞ്ഞാൽ ഇത് വാട്ടർ പമ്പ് ചെയ്ത് ക്ലീനിങ് നടക്കുന്നതാണ്. ഈ സൈക്കിൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ലാസ്റ്റ് പ്യുവർ വാട്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ടൈം ആകുമ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പവും അതേപോലെ തന്നെ കപ്പ് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ ഫില്ല് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഫില്ലിങ് കഴിഞ്ഞ ശേഷം ഇതിൽ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും. ഡിസ്മാൻഡിൽ ചെയ്ത ശേഷമാണ് ഉണ്ണിയപ്പത്തിനും കപ്പ് കേക്കിനും വേണ്ടിയുള്ള സെറ്റിങ്സ് ഇതിൽ തിരിച്ച് റീഅസംബിൾ ചെയ്യുന്നത്. ഇത് ഡിസ്മാൻഡിൽ ചെയ്ത ശേഷവും നമുക്ക് ക്ലീനിങ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 100% നമുക്കിതിൽ വൃത്തി ഉറപ്പ് വരുത്താൻ സാധിക്കും. ഈ മെഷീനിൽ ഡിസ്മാൻഡ്ലിങ് വളരെയധികം ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഡയറി കപ്ലിങ് റിലീസ് ചെയ്ത ശേഷം നമുക്കിത് മാനുവലി അഴിച്ചു മാറ്റാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഈ മെഷീൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ വാട്ടർ സൈക്കിൾ വാഷിംഗ് കഴിഞ്ഞ ശേഷമുള്ള ക്ലീൻനെസ്സാണ് ഇതിൽ കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ. ഇനി ഇതേ മെഷീനിൽ ഉണ്ണിയപ്പം അതേപോലെ കപ്പ് കേക്കും ഒക്കെ ഫില്ല് ചെയ്യാമെന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഭാഗങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അസംബിൾ ചെയ്ത് നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. ഇത് സാറാസ് ടെക്നോയുടെ ഒരു മൾട്ടി പർപ്പസ് ഫില്ലിംഗ് മെഷീനും കൂടിയാണ്. ഇതിൽ ഇതുപോലെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഔട്ട്പുട്ടായിട്ട് 100 ഗ്രാം അതേപോലെ തന്നെ 50 ഗ്രാം തുടങ്ങിയ കപ്പാസിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാവുന്നതാണ്. ഇപ്പോൾ വെച്ചേക്കുന്ന സെറ്റിങ്സ് പൂർണ്ണമായിട്ടും അതേപോലെ ചെറിയ ഗ്രാം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉണ്ണിയപ്പം, കപ്പ് കേക്ക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഔട്ട്പുട്ട് മതി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡിപ്രസ്റ്ററും ബാക്കി സെറ്റിങ്സുമാണ് നമ്മളിവിടെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രധാന ഭാഗ സെറ്റിങ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹോപ്പർ ഇതിൽ അസംബിൾ ചെയ്യുന്നത്. ഈ ഹോപ്പർ കപ്പാസിറ്റി ഒരു 50 kg ആണ് വരുന്നത്. 50 kg ഓഫ് ബാറ്റർ നമുക്ക് ഈ ഒരു ഹോപ്പറിൽ ഇടാവുന്നതാണ്. ഫില്ലിംഗ് മെഷീന് പിന്നീട് ആവശ്യമുള്ളത് ഒരു കംപ്രസറാണ്. ഇതിൽ എയറൊക്കെ കൊടുത്തിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് എടുക്കാനുള്ള സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ വലിയ ക്വാണ്ടിറ്റിയുടെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുമുണ്ട്. അത് ആവശ്യാനുസരണം നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് അതേപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ഇൻഡസ്ട്രിയിൽ അവിടെയൊക്കെ ഈ സെറ്റിങ്സ് ഉപകാരമാണ്. ഈ ഫില്ലിംഗ് മെഷീനിൽ എല്ലാത്തരം പീസുകളും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരും. ഒരു സ്റ്റോപ്പർ വഴിയാണ് ഇതിൻ്റെ വെയിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് വേരിയേഷൻസ് ഈ മെഷീനിൽ ഉണ്ടാവില്ല.